മറ്റു വാർത്തകളിലേക്ക് പോയാൽ വടകരയിൽ ബി.ജെ.പിയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ വിമത നീക്കം ശക്തം. സേവ് ബി.ജെ.പി ഫോറം രൂപീകരിക്കാനൊരുങ്ങി ബി.ജെ.പി വിമതർ. ബി.ജെ.പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. നടപടിയെടുത്തത് വിമതരായി മത്സരിച്ചവർക്ക് എതിരെയെന്ന് പ്രഫുൽ കൃഷ്ണ പറഞ്ഞു. വിമതരായി മത്സരിച്ചവരോട് വിശദീകരണം തേടേണ്ട കാര്യമില്ലെന്നും ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കി. വിമതരെ പിന്തുണയ്ക്കുന്നവർക്ക് എതിരെയും നടപടിയുണ്ടാകും. ഈ സംഭവം ഉണ്ടായത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിബൽ കാൻഡിഡേറ്റ് ആയിട്ട് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിച്ച ആളുകളും അതിന് പിന്തുണച്ച ആളുകളെയുമാണ് നമ്മൾ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയത്. ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റകരമാണ്. അത്തരം ആളുകൾക്കെതിരെയാണ് നടപടിയെടുത്തത്. ആ നടപടിയെടുത്ത ആളുകളാണ് ആ കോലം കത്തിക്കുന്ന പരിപാടി നടത്തിയത്. അവര് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് അവരോട് വിശദീകരണം ചോദിച്ചില്ല എന്നുള്ളതാണ്. വിശദീകരണം ചോദിക്കേണ്ട ഒരു പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ട പാർട്ടിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, എന്തായാലും ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ വലിയ ശക്തി കേന്ദ്രമായി ബി.ജെ.പി മാറിയ ഒരു സ്ഥലമല്ല എങ്കിൽ കൂടി കോഴിക്കോട് നഗരത്തിലേക്കൊക്കെ ബി.ജെ.പി ഇപ്പോൾ വലിയ ശക്തിയായി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കോഴിക്കോട് ജില്ലയിലാകെ ബി.ജെ.പിക്ക് കുറച്ചുകൂടി മുന്നേറ്റമുണ്ടാകുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ഒരു വിമത നീക്കം കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഉണ്ടാകുന്നത്. രുചിഷ്, വടകര നാദാപുരം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണമായി മാറിയിട്ടുള്ളത്. അവിടെ ബി.ജെ.പി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതന്മാരായി വടകരയിൽ ശ്യാംരാജും നാദാപുരത്ത് പത്മകുമാറും മത്സരിക്കുകയും പിന്നീട് ഇവരെ പിന്തുണച്ച 7 പേരെയും പാർട്ടി കഴിഞ്ഞ ദിവസം പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെ കോഴിക്കോട് നോർത്ത് മണ്ഡലം ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയുടെ കോലവുമായി വന്ന് പ്രകടനം നടത്തുകയും കോലം കത്തിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. വിമതന്മാർ കൂടുതൽ നടപടികളിലേക്ക് പോകും, അവരുടെ സമാന്തര നീക്കം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേവ് ബി.ജെ.പി ഫോറം എന്ന മാതൃകയിൽ 2 മണ്ഡലങ്ങളിലെയും ഇവരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും. ഇവരാവശ്യപ്പെടുന്നത് പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി വേണം. പ്രാദേശിക വികാരം മാനിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്, അത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. അവർക്കൊപ്പം ബി.ജെ.പിയുടെ പ്രവർത്തകരും അനുഭാവികളുമെല്ലാം ഉണ്ട് എന്ന അവകാശവാദവും ഇവർ പറയുന്നുണ്ട്. എന്നാൽ പ്രഫുൽ കൃഷ്ണ പറയുന്നത് ഇത് ബി.ജെ.പി സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് പ്രാദേശിക ഘടകമല്ല, ജില്ലാ ഘടകമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം പോലുമല്ല, ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരുവിധ അല്ലെങ്കിൽ ഒരു റോളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല. പിന്നീട് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം വിമതന്മാരായി മത്സരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. വിമതന്മാരായി മത്സരിച്ചാൽ പിന്നീട് അവരോട് വിശദീകരണം ചോദിച്ച് നടപടിയെടുക്കേണ്ടതില്ല, അല്ലാതെ തന്നെ നടപടിയെടുക്കാൻ കഴിയും. ഈ നടപടി തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ വിമതന്മാരെ പിന്തുണച്ച് വേറെ ആരെങ്കിലും വന്നാൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും രുചിഷ് പറയുന്നത് പോലെ വലിയ ശക്തി കേന്ദ്രമല്ല വടകരയും നാദാപുരം ഒന്നും ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ ഇപ്പോൾ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെതിരെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. അത് പാർട്ടിക്കകത്ത് വലിയ ഭിന്നത ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ശരി പ്രസാദ്,